ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പൊട്ടാറ്റോ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ചിക്കൻ പീസ് എടുത്തിട്ട് കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തത് കേട്ടോ. അതെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഗ്രൈൻഡറിലിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ, വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി കേട്ടോ, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചപ്പോൾ പെപ്പർ പൗഡർ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും അതുപോലെ തന്നെ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലും ചിക്കനിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോൺഫ്ലെക്സ് ഇല്ലാച്ചിട്ട് ബ്രെഡ് ക്രംസ് മാത്രമാണെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാൻ ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ കോൺഫ്ലെക്സ് പൊടിച്ചും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഞാനിവിടെ കോൺഫ്ലോർ പൊടിയായിട്ട് എടുക്കുന്നത്. കോൺഫ്ലോർ പൊടി 4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രഷ്ഡ് ചില്ലി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് ഇത് റെഡിയായതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ ചെയ്തെടുക്കാനുള്ളത്, ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ 2 ഉരുളകളാക്കി തിരിച്ചിട്ട് ഒരു ഉരുള ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ അടിയിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ കട്ടിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഐഡിയക്ക് അനുസരിച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ ഫിംഗേഴ്സിൻ്റെ രൂപത്തിൽ, എങ്ങനെ വെച്ചാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നല്ല കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് അടർത്തിയെടുത്താൽ മതി. നമ്മൾ അടിയിൽ ഓയിൽ പുരട്ടിയത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കത്തൊന്നുമില്ല. ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, പക്ഷേ നല്ല ഓയിലെല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഓയിലി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടിയാണ്. പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ നല്ല ഓയിൽ നന്നായിട്ട് തന്നെ അതിൽ ഇതുപോലെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ഒന്നല്ല കേട്ടോ, കാരണം ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്നാക്സാണ്. നമുക്ക് ഒരു ഭാഗമായതിനു ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് രണ്ട് ഭാഗം ഒരുപോലെ ആയതിനു ശേഷം നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും രണ്ട് ഭാഗമായതിനു ശേഷം നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, പുതിയ പുതിയ വീഡിയോസും കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.